എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 230ാമത്തെ എപ്പിസോഡാണ്. ബുക്ക് റിവ്യൂവിനെ സംബന്ധിച്ചവരെ 20ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഒരു പുതിയ കോൺസെപ്റ്റ്, പുതിയ ഒരു കാര്യം നമ്മൾ കാണാൻ പോകുന്നു. അതായത് ഈ 90 ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നു. ആദ്യം അവർ പെട്ട കഷ്ടങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പാടും ദുരിതവും മഴയും വെയിലും കാറ്റും എല്ലാം. അതിന് പിന്നെ കുറേശ്ശെ സീരിയസ് ആയി ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അവർ എന്തൊക്കെ അമാനുഷ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ഇടയായി, അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്തുവാ എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു ന്യൂസ് പേപ്പറിലെ ന്യൂസ് വായിക്കുന്ന പോലെ വായിച്ചാൽ പോരാ. അതിൻ്റെ വളരെ ആഴത്തിൽ ചെന്ന് അതിൻ്റെ ഉള്ളർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ പ്രസക്തി എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ വത്സമ്മ വെറുതെ സാധാരണ ഒരു കാര്യത്തിനെ എടുത്ത് ഒരു വീഡിയോ ഇട്ട് സമയം കളയില്ല. ഓക്കെ, ഇതൊക്കെ വളരെ നമുക്ക് നമ്മളുടെ അനുഭവത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും മറ്റവരുടെ അനുഭവത്തിൽ നിന്നെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് വളരെ ചെറുതാണ്. എന്നുവെച്ചാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രസക്തിയായ ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ അതിനുള്ള തുടക്കം കുറിക്കുന്നു. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അതാണ് ധ്യാനലിംഗം. ഈശ യോഗ സെൻറ്ററിൽ കോയമ്പത്തൂരിൽ പോയാൽ നിങ്ങൾക്ക് ഈ ധ്യാനലിംഗം കാണാം. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, അകത്തിരുന്ന് ധ്യാനിച്ചിട്ടുണ്ട്. സാധാരണ മെഡിറ്റേറ്റേഴ്സിന് 15 നിമിഷം തരും. അകത്ത് പോയി കണ്ട് തൊഴുതിട്ട്, തൊഴാനും പൂജ ചെയ്യാനും ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ഇരുന്ന് ധ്യാനിച്ചിട്ട് വരാം. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നതും വേറെ പല പുസ്തകങ്ങളിൽ സദ്ഗുരു പറഞ്ഞതുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശരിക്കുള്ള അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ നിങ്ങളുടെ കൂടെ പങ്കിടാമെന്ന് വിചാരിച്ചത്. സോ ഈ 90 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ തുടർച്ചയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ആളുകൾക്ക് ഈ ധ്യാനലിംഗം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. അതായത് ജഗ്ഗി എന്തോ പറഞ്ഞേ, ഈ 90 ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ആ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് പറയുക, എൻ്റെ ഈ ജന്മത്തെ ഒരേ ഉദ്ദേശം, അതായത് നേരത്തെ ബിൽവ എന്നുള്ള ജന്മത്തിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ സദ്ഗുരു ശ്രീ ബ്രഹ്മയുടെ ജന്മത്തിനെക്കുറിച്ച് പറഞ്ഞു. ഗുരു പളനിസ്വാമി എങ്ങനെ മുക്തി കിട്ടാനുള്ള വഴിവക ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു തന്നു. ഇതൊക്കെ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പം ഇദ്ദേഹം പറഞ്ഞത്, ഞാൻ 25 വയസ്സിൽ മുക്തി നേടി, പക്ഷേ ഞാൻ 42 വയസ്സ് വരെയല്ലേ ഈ ജന്മത്ത് ജീവിച്ചിരിക്കത്തുള്ളൂ ഈ ഭൂമിയിൽ. അതിനു മുമ്പേ ഞാൻ ഈ ജന്മം എടുത്തതിൻ്റെ ഉദ്ദേശം എന്തുവാന്ന് വെച്ചാൽ ഈ ധ്യാനലിംഗം ഉണ്ടാക്കണം. ആ ഒറ്റ ഉദ്ദേശത്തിനാണ് ഞാൻ ഈ ജന്മം എടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ആഗ്രഹം മാത്രമല്ല, എൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ഗുരുവിൻ്റെ എൻ്റെ ഗുരു എന്ന് ഒരു കമ്പ് തൊട്ട് എൻ്റെ ആജ്ഞാചക്രത്തിൽ എൻ്റെ 3ാം കണ്ണ് തുറപ്പിച്ചോ, എന്ന് എനിക്ക് മുക്തി നേടിത്തന്നോ, അതോടുകൂടി എൻ്റെ ഗുരു എനിക്കൊരു ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലിയാണ്, എൻ്റെ ഗുരു വിചാരിച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലിയാണ്. അത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് ചെയ്തേ പറ്റൂ. അതിന് തന്നെയാണ് ഞാൻ ഈ ജന്മം എടുത്തത്. ഒരു ധ്യാനലിംഗം ഉണ്ടാക്കണം. അപ്പം ആർക്കും ഈ ധ്യാനലിംഗത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ചിലരൊക്കെ ആത്മലിംഗത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
പക്ഷേ ഈ ധ്യാനലിംഗം ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ആദ്യം തൊട്ടേ ജഗ്ഗി അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കൂടുതൽ അന്വേഷിച്ച് പോകുന്നുമുണ്ട്. ഇതെന്തുവാ, ഇതെങ്ങനെ ചെയ്യേണ്ടിയേ, അതിൻ്റെ അർത്ഥം എന്തുവാ, ഇതെന്തോ എന്നൊക്കെ. അപ്പം ചിലർ 1-2 ആൾക്കാർ, സദ്ഗുരുവിനെ അടുത്തറിഞ്ഞ ആൾക്കാർ തിരുച്ചിക്ക് പോയി. പലരും പോയി ചോദിച്ചു. അങ്ങനെ തിരുച്ചിയിൽ ഒരു നല്ല വയസ്സായ ഒരു യോഗി ഉണ്ടായിരുന്നു. അങ്ങേരടുത്ത് പോയി 1-2 പേര് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ധ്യാനലിംഗത്തിനെ കുറിച്ച് അറിയാമോ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ധ്യാനലിംഗം എന്ന് പറയുന്നത് ഉണ്ട്, ധ്യാനലിംഗം. പക്ഷേ അത് ചെയ്യാൻ ഒരു ഗൃഹസ്ഥ യോഗിയെ കൊണ്ടേ ഒക്കത്തുള്ളൂ. ഗൃഹസ്ഥ യോഗി എന്ന് വെച്ചാൽ ഒരു യോഗി ആയിരിക്കണം, അവൻ ഗൃഹസ്ഥനുമായിരിക്കണം, വെറും യോഗിയല്ല. വെറും യോഗിയായിട്ട് ഹിമാലയത്തിൻ്റെ അവിടെ പോയിരുന്ന് ധ്യാനം ചെയ്യുന്ന യോഗിയെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അവനൊരു ഗൃഹസ്ഥനായിരിക്കണം. ഒരു ഗൃഹസ്ഥ യോഗിയെ കൊണ്ടേ ഈ ധ്യാനലിംഗത്തിനെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എന്ന് അവർ പറഞ്ഞു. അദ്ദേഹം, ആ വയസ്സായ യോഗി, തിരുച്ചിയിലുള്ള വയസ്സായ യോഗി പറഞ്ഞു. പിന്നെ സദ്ഗുരു ഈ പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് ശിവയോഗി എന്നുള്ള ഒരു ജന്മത്തിനെക്കുറിച്ച് പറഞ്ഞു. ആ ശിവയോഗിയുടെ ജന്മത്തിലാണ് പളനിസ്വാമി മുക്തി നേടിത്തന്നതെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോഴാണ് പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ നമുക്ക് നേരത്തെ അറിയാം, ഈ കഥയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടാണ് വന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജഗ്ഗി കാണുന്നവരുടെ അടുത്തൊക്കെ പറയുന്നത്, എനിക്കൊരു ധ്യാനലിംഗം ഉണ്ടാക്കണം എന്നാണ്. അപ്പം ധ്യാനലിംഗം എന്ന് പറയുന്നത്, ഞാനൊരു ടെമ്പിൾ ഉണ്ടാക്കും, ഒരു അമ്പലം ഉണ്ടാക്കും, അതിലൊരു ധ്യാനലിംഗത്തിനെ സൃഷ്ടിക്കും, അത് എല്ലാവരുടെയും പൊതു നന്മയ്ക്കായിട്ടാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് അവിടെ ധ്യാനം ചെയ്യാമെന്നൊക്കെ പറയും. അത് ആദ്യം പതിവ് പോലെ ആസ് യൂഷ്വൽ ഒരു എതിർപ്പിനെയാണ് നേരിടേണ്ടി വന്നത് ജഗ്ഗിക്ക്. അതിൽ ഫസ്റ്റ് എതിർത്തത് ഭാര്യയാണ്. വിജി പറഞ്ഞത്, നിങ്ങളാണ് എൻ്റെ എല്ലാ ദൈവങ്ങളെയും എറിയാൻ പറഞ്ഞാൽ കളയാൻ പറഞ്ഞത്. നിങ്ങൾ പറയുന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പൂജാമുറിയിലുള്ള എല്ലാ ദൈവങ്ങളെയും മാറ്റിവെച്ചു, അമ്പലങ്ങളിൽ പോകുന്നതെല്ലാം മാറ്റിവെച്ചു. ഇപ്പം നിങ്ങൾ തന്നെ അമ്പലം പണിയാൻ പോന്നു എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിൽ ന്യായം? ഞാനിതിന് അക്സെപ്റ്റ് ചെയ്യൂല, നിങ്ങളതിന് പോകരുത് എന്ന് സ്വന്തം ഭാര്യ എടുത്തു എന്നാണ് ഫസ്റ്റ് എതിർപ്പ് വന്നത്. ഈ പാർട്ടിസിപ്പൻസും എല്ലാവർക്കും അതിലൊരു വലിയ എതിർപ്പാണ്. എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നതോ, ദൈവത്തിനെ തൊഴുന്നതോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതോ, ഈ അർച്ചന ചെയ്യുന്നതോ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും സദ്ഗുരുവിന് ജഗ്ഗിക്ക് ഇതുവരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ഇങ്ങനെന്തോ ഇങ്ങനെ പറയുന്നേ? അപ്പം ഈ പാർട്ടിസിപ്പൻസിന് ഓരോ ദിവസം പോകെ പല മാറ്റങ്ങളാണ് ഈ ജഗ്ഗിയിൽ കാണുന്നത്. അത് ഒരു കാര്യം നമ്മളത് ശ്രദ്ധിക്കണം. ആദ്യമൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, പിന്നെ പെട്ടെന്ന് സൈലൻസ് എന്ന് പറഞ്ഞു. അതിന് പിന്നെ ഭയങ്കര റഫ് ആൻഡ് റൂഡായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴൊക്കെ ഒരു ചെറിയ കാര്യം കണ്ടാലും അതിനെ ഉടനെ ദേഷ്യപ്പെടുക, അതിനെ എതിർത്ത് പറയുക, അങ്ങനെയൊക്കെ പല മാറ്റങ്ങൾ അവരുടെ ഗുരുവിൽ കാണുന്നു ഇവർ പാർട്ടിസിപ്പൻസ്. അപ്പം അവർ പാർട്ടിസിപ്പൻസിൽ ചിലർ പറയുന്നു, നമുക്ക് ടെമ്പിളൊന്നും കെട്ടണ്ട, നമുക്ക് സ്കൂള് കെട്ടാം. ചിലർ പറയുന്നു ഹോസ്പിറ്റൽ കെട്ടാം. അതായത് നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് സഹായിക്കാനല്ലേ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നേ, നിങ്ങളൊരു വലിയ ഹോസ്പിറ്റൽ പണിയണം, അല്ലെങ്കിൽ വലിയൊരു സ്കൂൾ പണിയണം. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് അവരുടെ ഗുരുവിന് യോജിച്ചതല്ല എന്നുള്ളതാണ് അവരുടെ വിചാരം. അപ്പം ഈ ഈശ ഫൗണ്ടേഷനെ രജിസ്റ്റർ ചെയ്ത രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്തില്ല, അന്ന് ജഗ്ഗിയുടെ കൂടെ 6 പേരുണ്ടായിരുന്നു.
ഈ 6 പേരും വളരെ നല്ല ആൾക്കാരാണ്. അപ്പം ജഗ്ഗി ഈ 6 പേരെടുത്ത് ചോദിക്കുന്നു, ഒടുക്കം വരെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമല്ലോ, നിങ്ങളെ വിശ്വസിച്ചാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ജഗ്ഗി അല്ല പിന്നെ. ഓക്കെ, ഞാൻ പല രൂപങ്ങളും മാറ്റങ്ങളും നേരിടേണ്ടി വരും. ഇപ്പം ഞാൻ പല മുഖമൂടികൾ ധരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം ഞാനൊരു മിസ്റ്റിക് വിത്ത് മഫ്റ്റി, മിസ്റ്റിക് ഇൻ മഫ്റ്റിയാണ്. മഫ്റ്റി എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ പോലീസ് അവരുടെ യൂണിഫോം അല്ലാതെ സാധാരണ ഡ്രസ്സിൽ വരുന്നതാണ് മഫ്റ്റി. അപ്പം ഈ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരൊക്കെ ഈ യൂണിഫോം ഒന്നും ഇടത്തില്ല. സാധാരണ ആൾക്കാരുടെ കൂട്ട് നമ്മുടെ കൂടെ ഇടപഴകി പല കാര്യങ്ങളും മനസ്സിലാക്കും. ചിലപ്പം പോലീസ് യൂണിഫോം ഇടാതെ മഫ്റ്റിയിൽ നടക്കും. അതുപോലെ ഞാനൊരു മിസ്റ്റിക്കാണ്, പക്ഷേ ഞാൻ മഫ്റ്റിയിലാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. നിൽക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓരോ ദിവസവും ഈ ജഗ്ഗിയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അറിയുന്നുണ്ട്. അതുമാത്രമല്ല, എന്തായാലും അവരുടെ ഗുരു 42 വയസ്സ് വരെയല്ലേ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് എല്ലാവരുടെ പറഞ്ഞു. അതും അവർക്കറിയാം. അപ്പം അവരിങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പം അദ്ദേഹം പറയുന്നത്, ജഗ്ഗി പറഞ്ഞത്, ഈ 90 ദിവസത്തെ പ്രോഗ്രാം ഞാൻ ഇട്ടത് ഒരു ആശ്രമം കെട്ടാനല്ല, അതിനേക്കാട്ടിലും വലിയ ഒരു സംഭവം ഉണ്ടാക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ആ വലിയ സംഭവം എന്ന് പറയുന്നത് ഈ ധ്യാനലിംഗം ഉണ്ടാക്കണം എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ 50 പേര് വന്നു, ഒടുക്കം വരെ 48 പേര് ഇരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം യാദൃശ്യമായിട്ട് ഇവിടെ വന്നതല്ല. നിങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് ഒരേ ആൾക്കാരായിട്ട് ഒരേ ജോലി ചെയ്യാനായിട്ട് നമ്മളിവിടെ വന്ന് ചേർന്നിരിക്കുവാണ് എന്ന് ധ്യാനലിംഗത്തിൻ്റെ ഒരു തുടക്കം കുറിച്ചു. ധ്യാനലിംഗത്തിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയാം. കേരളത്തിലുള്ളവർ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യമെങ്കിലും പോകണം. ലിംഗഭൈരവിയുടെ ടെമ്പിളുണ്ട്, ധ്യാനലിംഗമുണ്ട്, അല്ലാതെ സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നൊക്കെ ഉണ്ട്, ആദിയോഗിയുണ്ട്. ആ എല്ലാ സ്ഥലവും 1-2 ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്ത് എല്ലാം കറങ്ങിയടിച്ച് കണ്ടിട്ട് വരണം. മേ ബി ഈ ബുക്കിൻ്റെ റിവ്യൂ തീർന്ന പിന്നീട് നിങ്ങൾക്കൊരു പ്ലാൻ ചെയ്യാം. അപ്പം കൂടുതൽ നിങ്ങൾക്ക് അറിയും എന്താ. അപ്പം ഇത് ധ്യാനലിംഗത്തിൻ്റെ ഒരു തുടക്കമാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.